ഹലോ വെൽക്കം ടു കൊച്ചു വ്ലോഗ്. ഇറ്റ്സ് മീ ഫ്രാൻസിസ്. സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമാണ്. മാഞ്ചസ്റ്ററിലെ മലയാളി ദമ്പതികൾ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പണിത ഒരു വീട് കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് നടന്നു കയറാം. വീട് കാണുന്നതിനൊപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ വീട് കാണുന്നതിന് മുമ്പായിട്ട് ഈ വീടിൻ്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം. അത് ബിൻചേട്ടനും ബിന്ദു ചേച്ചിയുമാണ്. ബിൻചേട്ടൻ ഇവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടലിലെ മാനേജറാണ്. അതുകൂടാതെ തന്നെ പുള്ളിക്കാരന് ബിസിനസ് നടത്തുന്നുണ്ട്. പിന്നെ ചേച്ചിയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. ഇത് മോള് ലിഡിയ. ഹലോ ലിഡിയ. ഇത് ചേച്ചിയാണ് ബിന്ദു ചേച്ചി. ഇതാണ് ഞാൻ പറഞ്ഞ ബിൻചേട്ടൻ. പിന്നെ ഒരു മോനുണ്ട് ജോഷ്. അവനിപ്പോൾ മെഡിസിൻ പഠിക്കുകയാണ്. അതുകൂടാതെ അവർക്കൊരു പെറ്റുണ്ട്. നിയോ എന്നാണ് അവൻ്റെ പേര്. ഹലോ. UK ഒരു ചെറിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളും വളരെ ചെറുതാണ്. നാട്ടിലത്തെ ആ ഒരു രീതിയിലുള്ള വീടുകൾ ഇവിടെ കാണുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് നമ്മളൊരു വീട് വാങ്ങിച്ച് പിന്നെ അത് റിനോവേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ബിൻചേട്ടനും ബിൻചേച്ചും ഈ വീട് ചെയ്തിരിക്കുന്നത്. ഹലോ. അപ്പോൾ നമ്മൾ ഒരു വർഷം എടുത്ത് പണിത ഈ വീട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വീട് കാണുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇങ്ങനെ ഒരു വീട് വാങ്ങാനുള്ള സാഹചര്യം? കാരണം ഇത് നമ്മുടെ രണ്ടാമത്തെ വീടാണല്ലോ. നമുക്ക് ആ ഒരു വീടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീട് എന്തുകൊണ്ടാണ് പണിയാനുള്ള ഒരു സാഹചര്യം, അതൊന്ന് പറയാമോ? വിനീത്, അങ്ങനെ രണ്ടാമത്തെ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിൽ വാങ്ങിയതല്ല. കുറച്ചുകൂടെ വലിയ വീട്. കാരണം നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് വന്ന മലയാളികളുടെയൊക്കെ ആയ നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് കുറച്ചുകൂടി ഒരു വലിയ വീട്, കുറച്ച് വിശാലമായൊരു വീട് എന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ വേറൊരു വീട്, രണ്ടാമതൊരു വീട് അല്ലെങ്കിൽ ഒരു വലിയ വീട് എന്നുള്ള ചിന്ത ഞങ്ങൾ വരാൻ കാരണം ഞങ്ങളുടെ പേരൻസ് മാറി ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവരിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയ വീടാണെങ്കിൽ അവർക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ താമസിക്കാനൊക്കെ സൗകര്യമാണല്ലോ. ബിന്ദുവിൻ്റെ പേരൻസും എൻ്റെ പേരൻസൊക്കെ മാറി വരിക എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് നാട്ടിൽ ബ്രദറുണ്ട്. അപ്പം അവരൊക്കെ ഇടയ്ക്കൊന്ന് വരാം എന്നുള്ളതാണ് രണ്ടാമത് ഇങ്ങനെ ഒരു വീട് വാങ്ങാനും പണിയാനൊക്കെ ഉണ്ടായ കാരണം. ഓക്കെ. വേറൊരു കാര്യം എനിക്ക് അറിയാനുണ്ടായിരുന്നു. ഈ വീട് ഇപ്പോൾ നമ്മൾ പഴയത് വാങ്ങിച്ചല്ലേ, പഴയത് വാങ്ങിച്ചിട്ടാണല്ലോ ഇപ്പോൾ ചേട്ടാനും ചേച്ചിയുടെ ഇഷ്ടത്തിന് നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ചെറിയ വീടായിരുന്നു. ഇതൊരു ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു വീടായിരുന്നു. ഓക്കെ. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു റീഫർബിഷ് എന്നുള്ള ഒരു കണ്ടുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. ഒത്തിരി പഴയ വീടായതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി ടൈം എടുത്തു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 മാസത്തോളം എടുത്തു ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് പണിത് വരാനായിട്ട്. ഇതിൻ്റെ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് തന്നെ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ട് അതിന് തന്നെ ഏകദേശം ഒരു 2 മാസത്തോളം എടുത്തു. അവർ ഡ്രോ ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ പറയുന്ന പോലെ പ്ലാനിങ് പെർമിഷൻ കിട്ടാൻ സാധ്യതയില്ല എന്ന് അവർ സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി 2 മാസത്തോളം എടുത്താണ് ഡ്രോ ചെയ്ത് കഴിഞ്ഞ് തന്നെ. പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാനിങ്ങിൽ അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ കൗൺസിലിൽ പ്ലാനിങ് പെർമിഷൻ അപ്ലൈ ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത് കിട്ടത്തില്ലെന്ന്. കാരണം നമ്മൾ ഏകദേശം ഒരു 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന തരത്തിലായിരുന്നു ആദ്യം. ഇത് 2400 സ്ക്വയർ ഫീറ്റ് ആണോ വീട്? ഇപ്പം ഇതില്ല, ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അത് കൗൺസിലിൽ 2400 അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അത് ഓക്കെ, അവർ കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. കാരണം നമ്മളിവിടെ ഏത് വീട് വെച്ചാലും ആദ്യം കൗൺസിലിൽ അപ്ലൈ ചെയ്തിട്ടാണ് അവർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് ഡ്രോ ചെയ്ത് അപ്പോൾ തന്നെ നല്ലൊരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ അവർ പറയും ഇങ്ങനെയൊക്കെ വരച്ചെങ്കിൽ മാത്രമേ, ഡ്രോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. ഓക്കെ. കാരണം ആ ഏരിയയ്ക്ക് അനുസരിച്ചും ഈ കൗൺസിലിൽ അപ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള വീടുകളൊക്കെ അവർ പറയും. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു കേരള ടേസ്റ്റും കൂടെ കയറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ എനിവേ നമ്മൾ ആഗ്രഹിച്ച് അത്രയും വന്നില്ലെങ്കിൽ പോലും ഒരു 95% ആഗ്രഹിച്ച പോലെ അത് വന്നു. അതിനൊത്തിരി സന്തോഷമുണ്ട്. കൗൺസിലിൽ നമ്മൾ അപ്ലൈ ചെയ്ത് പിന്നെ ഒരു ഏകദേശം ഒരു 2 മാസത്തോളം എടുത്തു അതിൻ്റെ അപ്രൂവൽ കിട്ടാനായിട്ട്. അതിനുശേഷം പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബിൽഡറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതും കുറച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് UK നല്ല ബിൽഡേഴ്സിന് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബിൽഡർ ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ സമയം കൂടുതലെടുത്തു. എന്നാൽ പോലും നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ ഒരുമാതിരിയൊക്കെ ഒന്ന് വരാനായിട്ട് ഇടയായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അതോ DIY ചെയ്യുന്നതാണോ, അതായത് നമ്മൾ തന്നെ ചെയ്യുന്നതാണോ, ഏതാണ് ബെറ്റർ? ചേട്ടയുടെ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത്? വിനീത് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു ഫുള്ള് കോൺട്രാക്റ്റിന് കൊടുത്ത് ചെയ്യിക്കുന്നതാണോ അത് നമ്മൾ സ്വന്തമായിട്ട് വർക്കേഴ്സിനെ കണ്ടുപിടിച്ച് ചെയ്യിക്കുന്നതാണോ? അതെ. ഓക്കെ.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരു കോൺട്രാക്ടർ കൊടുക്കുന്നതായിരിക്കും എന്നെ സംബന്ധിച്ചോളം. കാരണം നമ്മളുടെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ഇവിടെ ഒത്തിരി നോക്കാനും സമയമില്ല, നമ്മൾ ജോലിയും ബിസിനസ്സും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്ടർ കൊടുക്കുന്നതാണ് സൗകര്യമായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വർക്കേഴ്സ്, പല ഏരിയയിലുള്ള വർക്കേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം അതിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ അതിന് ബ്രിക്ക് ലേയേഴ്സ് വേണം, അതിനുശേഷം റൂഫേഴ്സ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്ററിംഗ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് സൈഡ്, ടൈലിങ്, അങ്ങനെ ഒത്തിരി. അതെല്ലാം UK കാര്യം അറിയില്ല. ഒരു ഇലക്ട്രിക്കൽ ചെയ്യുന്നതിന് അത് മാത്രമേ ചെയ്യത്തുള്ളൂ. റൂഫ് മാത്രമേ ചെയ്തു പോകുന്നു. ബ്രിക്ക് ലേയിങ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ഇവരെ എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളൂ. എന്നാൽ ഇവരിൽ പല ആൾക്കാരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ പകുതി ചെയ്തിട്ട് കാശ് മേടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് സേഫ് സൈഡ് എന്ന് വെച്ചാൽ നല്ലൊരു ബിൽഡർ, ഒരു കോൺട്രാക്ടറെ കണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പ്രോപ്പർ കോൺട്രാക്ട് ഉണ്ടാക്കി അതിനകത്ത് റേറ്റും കാര്യങ്ങളും ടൈംസ് എല്ലാം വെച്ച് പ്രോപ്പറായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി ചെയ്യുന്നതാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചോ സേഫ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടൊന്ന് കാണാം. അപ്പോൾ നമ്മൾ കയറി വരെ തന്നെ കാണുന്നത് ഒരു സ്റ്റെയർ കേസാണ്. ഇത് ഓക്ക് വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ഓക്ക് വുഡ് അല്ല, അത് ശരിക്കും പൈൻ വുഡ് നമ്മൾ ഓക്ക് കളർ ചെയ്ത് ഹൈ ഗ്ലോസ്. ഓക്കല്ലേ ഇത്? ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ഓക്ക് പോലെ തോന്നണല്ലേ? ഓക്ക് വുഡ് അല്ല, ഓക്ക് സ്റ്റൈലിൽ പൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ലൈറ്റിംഗ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ റേഡിയേറ്റർ ആണെങ്കിലും ഒരു വെറൈറ്റി സംഭവമാണത്. നല്ല ഷവർ, ഇതൊരു ക്യൂബിക്കിളാണ്. പിന്നെ ഇവിടെ ഒരു ടവൽ റേഡിയേറ്റർ ഉണ്ട് അല്ലേ? ഇത് എന്ത് മോഡലാണ് ഇത് റേഡിയേറ്റർ? അത് അലൂമിനിയം റേഡിയേറ്ററാണ്. അതൊരു അന്ത്രസൈറ്റ് കളറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു, ഇപ്പോൾ UK കോമൺ ആയിട്ട് കാണുന്ന ഒരു മോഡലാണത്. നേരത്തെ നമുക്ക് ഒത്തിരി കിട്ടാറില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി കാണുന്നുണ്ട്. പക്ഷേ സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു വെറൈറ്റി സാധനമാണത്. നമ്മൾ UK കാണാത്ത ഒരു മോഡലാണിത്, ടൈൽ എന്ന് പറഞ്ഞത്. കാരണം മിക്ക വീടുകളിലും താഴത്തെ ടൈലുകളെല്ലാം സാധാരണ UK വീടുകൾക്കൊന്നും ഇല്ലാത്തതാണ്. മിക്ക UK വീടുകളും കാർപ്പറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ വുഡൻ ഫ്ലോർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സ്റ്റൈലിൽ വരുത്താൻ വേണ്ടിയാണ് അവരങ്ങനെ ടൈലിൽ ചെയ്തിരിക്കുന്നത്. ഈ ടൈല് എന്ത് ടൈലായത്? ഇത് സാധാരണ 60x120 ഒരു പോസ്റ്റ്ലൈൻ ടൈലാണ്. സാധാരണയായിട്ട് UK അങ്ങനെ ഈ ടൈൽസ് ഉപയോഗിക്കാറില്ല, കാരണം തണുപ്പ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ല, ഇപ്പൊ തണുപ്പിന്റെ പ്രശ്നമുള്ളപ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഹീറ്റ് ആക്കാൻ ഒത്തിരി ടൈം എടുക്കുക. ഇപ്പൊ തന്നെ ആണെങ്കിൽ എനർജി ബിൽസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇത്രയും വലിയ വീടിൽ ഇതുപോലെ നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവും കാര്യങ്ങളും അതെങ്ങനെയായിരിക്കും? കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും? അവന് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനർജി എഫിഷ്യന്റ് ഓപ്ഷനാണ് അത്. ഇത് മൊത്തം അണ്ടർഫ്ലോ ഹീറ്റിംഗ് ആണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വാൾ റേഡിയേറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ അണ്ടർഫ്ലോ ഹീറ്റിംഗ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മളിത് 1 മണിക്കൂർ 1 to 2 hours ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 6-7 മണിക്കൂറിലേക്ക് വീട് മൊത്തം ചൂടായിരിക്കും. ഇത് കാരണം കംപ്ലീറ്റ് അത് ഇലക്ട്രിക് അല്ല ചെയ്തിരിക്കുന്നത്, മൊത്തം പ്ലംബ് ചെയ്ത് വാട്ടർ സർക്കുലേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷനാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇത്രയും ടൈലിട്ടിട്ട് നമുക്ക് വലിയ തണുപ്പൊന്നുമില്ല, തണുപ്പ് അറിയാനേ പറ്റുന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അടുത്ത ലിവിങ് റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് റൂമിൻ്റെ ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിലും ആ ഒരു നാട്ടിലത്തെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ 2 വലിയ വിൻഡോസ് ഉള്ള നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ലൗഞ്ചാണ്. പുറത്തേക്ക് ഡോർ ഉണ്ടല്ലേ? സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലൗഞ്ചാണത്. ഇതന്നെ ഫിഷ് ടാങ്കോ? ജസ്റ്റ് ഒരു 1 ഫിഷ്. ഞങ്ങൾക്ക് 2 വർഷത്തോളമായിട്ട് നമുക്കുള്ള ഒരു ഇതാണ്. ഓക്കെ. ഫിഷ് 2 വർഷമായിട്ട് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 പെറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു റേഡിയേറ്ററാണിത്. നമ്മൾ ജസ്റ്റ് ഷോയ്ക്ക് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചവിട്ടാൻ നേരം നമുക്ക് മനസ്സിലാവുന്നത് നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാനാണ് ഈ ഒരു ഹീറ്റർ വെച്ചേക്കുന്നത്. ജസ്റ്റ് ഓപ്ഷണലായിട്ട് വെച്ചേക്കുന്നതാണ്. ഈ റൂം എന്ത് റൂം ഇത്? അതൊരു ഇപ്പോൾ സെക്കൻഡ് ലിവിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. സെക്കൻഡ് ലിവിംഗ് റൂമോ? എനിക്ക് മേലെ. ഓക്കെ. അപ്പോൾ ഇത് സെക്കൻഡ് ലിവിംഗ് റൂം. കൊള്ളാം. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇത്രയുള്ള ഒരു ലിവിംഗ് റൂമാണ് ഉള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് ലിവിംഗ് റൂമാണ്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേളിലോട്ട് പോകാം. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. താഴെ കിച്ചണുണ്ട്. കിച്ചൺ നമുക്ക് വന്നിട്ട് കാണാം. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു ലാൻഡിങ് ആണ്, നമ്മൾ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ. കാരണം ഹോട്ടലിലെ മാനേജർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫാമിലി ബാത്റൂം ഉണ്ട്. ഓ പൊളി, ഇത് കണ്ടോ, അടിപൊളി. ഇതൊരു വോക്കിൻ ഷവറാണ്. നല്ലൊരു വലിയൊരു ഷവറാണ്. 4 അടി വീതിയുള്ള ഒരു വാഷ് ബേസിനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ സെയിം മാച്ച് ആകുന്ന ഒരു മിറർ യൂണിറ്റുമാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. പ്രത്യേകിച്ച് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 വലിയ വിൻഡോസ് ഉണ്ട്, ലൈറ്റ് കിട്ടാൻ പാകത്തിൽ. എത്ര ബെഡ്റൂമാണ് ഈ ഹൗസ്? നമുക്കിത് ഇപ്പോൾ 4 ബെഡ്റൂമാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. താഴെ നമുക്കൊരു സെക്കൻഡ് ലിവിംഗ് ഉള്ളത് ഫീച്ചറിൽ ഒരു ബെഡ്റൂം ഓപ്ഷനാണ്. പക്ഷേ മുകളിൽ നമുക്ക് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കണ്ടാലോ? കാണിക്കാം വരും. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു ഓൺ സ്യൂട്ട് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കിങ് സൈസ് ബെഡും. ഐ ലുക്ക് അറ്റ് ദാറ്റ്, ഹാപ്പിനെസ് ലുക്സ് ബ്യൂട്ടിഫുൾ ഓൺ യു. പിന്നെ മേളിലാണെങ്കിൽ ഒരു നല്ല ഫാൻ ലൈറ്റും ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ഷവറും കൂടി കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണിത്. സെൻട്രൽ മിററോട് കൂടി ഒരു വാർഡ്രോബ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജോഷിൻ്റെ റൂമാണ്. അപ്പോൾ ജോഷ് മെഡിസിൻ, ഞാൻ പറഞ്ഞ പോലെ അവൻ മെഡിസിന് പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ബെഡ്റൂമാണിത്. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഗസ്റ്റ് റൂമുണ്ട്. ഒരു എക്സ്ട്രാ റൂമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിഡിയയുടെ റൂമാണ്. ലിഡിയയുടെ റൂം മൊത്തം വൈറ്റാണ്. കാരണം ലിഡിയയ്ക്ക് ഈ തീം മൊത്തം വൈറ്റ് വേണമെന്ന് പറയാം. അപ്പോൾ ഈ റൂം മൊത്തം വൈറ്റ് തീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ കാണാൻ പോവാം. അപ്പോൾ ഇതാണ് കിച്ചൺ. നല്ല കിടുക്കാച്ചി കിച്ചണാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഗടാതെ ആകർഷിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ്. ഇതൊരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ല മൂടായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു ടാപ്പ്. ഇത് 3-in-1 ആണ് ശരിക്കും. ഇതിനകത്ത് നമുക്ക് കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ കിട്ടും. അപ്പോൾ തന്നെ ഇത് കെറ്റിലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ സെപ്പറേറ്റ് കെറ്റിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കെറ്റിൽ വേണ്ട. ഇത് ക്രോക്കർ എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ വരുന്നത് ബോഡി വാട്ടർ. അത് ഫിൽറ്റർ ചെയ്താണ് വരുന്നത്. ഓക്കെ, കെറ്റിലിൻ്റെ ആവശ്യമില്ല. ചായക്ക് ഉണ്ടാക്കി ഡയറക്റ്റ്. അടിപൊളി, അത് ഭയങ്കര ഹാൻഡി ആട്ടോ, കൊള്ളാം. അപ്പോൾ 6 ഹോബിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണിത്. ഇവിടുത്തെ റൂമിൽ നാട്ടിലത്തെ സ്റ്റൈലിൽ തന്നെ ഒരു കിച്ചണുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. ഇത് ഫ്രീസറും പിന്നെ ഇത് ഫ്രിഡ്ജുമാണ്. പിന്നെ ഇത് ഓവൻ. അപ്പോൾ നാട്ടിലത്തെ ആ ഒരു തനിമയിലാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.